രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. എല്ലാ ഭക്തമനസ്സുകൾക്കും നമസ്തേ. ഇന്ന് രാമായണ മാസം ആരംഭിച്ചിട്ട് 13ാമത്തെ ദിവസം. ഭഗവാന്റെ അത്ഭുത ലീലകളാണ് നമ്മൾ ഓരോ ദിവസവും കഥകളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കേൾക്കുന്ന ആ ഒരു കഥ, ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത് അഗസ്ത്യ മഹർഷിയെ ഭഗവാൻ ആ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ വന്നതും അഗസ്ത്യ മഹർഷി അദ്ദേഹത്തിനെ പൂജിച്ച് ആദരിച്ചതും ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അടുത്ത പ്രസിദ്ധമായിട്ടുള്ള അഗസ്ത്യ സ്തുതിയാണ് ഇന്നു മുതൽ നമുക്ക് കേൾക്കേണ്ട കഥാഭാഗങ്ങൾ. അഗസ്ത്യ സ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതും മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവാനെന്നു തന്നെ സരസാസന സകലേശ്വരാദയാനിധേ പറയാണ്. നീ വരുന്നതും പാർത്ത്, നീ വരുന്നതും നോക്കി ഭഗവാനെ നിന്നെ കാണാനായിട്ട്, അവിടുത്തെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അന്ന് പണ്ട് അങ്ങ് പാലാഴിയിൽ വച്ച് ബ്രഹ്മദേവനോടും മറ്റു ദേവന്മാരോടും പറഞ്ഞില്ലേ, ആ ഘോരനായിട്ടുള്ള രാവണനെയും മറ്റു രാക്ഷസന്മാരെയും ഇല്ലാതാക്കി ഈ ഭൂമിയുടെ ഭാരം തീർക്കുന്നതിന് വേണ്ടി അങ്ങ് അവതരിക്കുമെന്ന്. അന്നു മുതൽ ഭഗവാനെ ഞാൻ ഈ വനത്തിൽ വന്ന് അങ്ങയെ തപസ് ചെയ്യുകയാണ്. അങ്ങയുടെ തിരുനാമ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ തപസ് ചെയ്യുകയാണ് എന്ന് പറയുകയാണ്. അവിടുത്തെ ഒന്ന് നേരിട്ട് കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഇപ്പോൾ ജന്മസാഫല്യമുണ്ടായി ഭഗവാനെ എന്ന് പറയുകയാണ്. ഞാൻ അന്ന് തുടങ്ങി വന്നിവിടെ വാണിടുന്നേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ ആ രൂപം, ദിവ്യകോമളമായിട്ടുള്ള ആ രൂപം ഒന്ന് കാണുന്നതിന് വേണ്ടി ഭഗവാനെ ഞാൻ അന്നു മുതൽ ഇവിടെ വന്ന് തപസ് ചെയ്യുകയാണ്. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. താപസജനങ്ങളെന്ന് പറഞ്ഞാൽ ആ മറ്റ് താപസന്മാരായിട്ട് ഋഷിമാരോടൊപ്പം, അതുപോലെ തന്നെ ധാരാളം ശിഷ്യന്മാരുണ്ട്. അഗസ്ത്യ മഹർഷിക്ക് നമ്മൾ നേരത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, നമ്മൾ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു അല്ലേ, സുധീഷ്ണ മഹർഷി പറയുന്നുണ്ട്, എൻ്റെ ഗുരുനാഥനായിട്ടുള്ള അഗസ്ത്യ മഹർഷിയെ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി, എനിക്കും അദ്ദേഹത്തെ കാണാൻ തിടുക്കമായി, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവും പോകുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം ശിഷ്യസഞ്ചയങ്ങളുള്ള ഒരു മഹർഷിയാണ് അഗസ്ത്യൻ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി താപസ ജനങ്ങളോടൊപ്പം ഞാൻ കുറേ കാലങ്ങളായിട്ട് ഭഗവാനെ ഞാൻ അവിടുത്തെ ധ്യാനിച്ച്, അവിടുത്തെ ആ ശ്രീപാദാംബുജം, ആ ഭഗവതി വസിക്കുന്ന ആ പാദാംബുജം മാത്രം നിത്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. പിന്നെ ലോകസൃഷ്ടിക്ക് മുന്നമേകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിരഹിതൻ തന്നെ തനിക്ക് ആശ്രയഭൂതയാക്കി തന്നെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നു ഉപനിഷദ്വശാൽ. ഇത് മുഴുവൻ വേദാന്തപരമായിട്ടുള്ള ഒരു സ്തുതിയാണ് അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് മുന്നിൽ നിന്ന് ചെയ്യുന്നത്. അങ്ങ് ഈ ലോക സൃഷ്ടിക്ക് മുമ്പ് ഏകനായി അനന്തനായി ലോകകാരണനായിട്ട് രണ്ട് എന്നുള്ള ചിന്തയില്ലാത്ത പരബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. അതാ പറഞ്ഞ ലോക സൃഷ്ടിക്ക് മുമ്പ് ഏകനായി അനന്തനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ
അല്ലേ? യാതൊരുവിധ വികല്പങ്ങളും ഇല്ലാത്ത ആ ഭഗവാൻ എന്തായിരുന്നു? ഏകനായിരുന്നു. പിന്നെയോ രണ്ട് എന്നുള്ള ചിന്തയില്ലാത്ത പരബ്രഹ്മം, ആ ഒന്നിൽ നിന്നാണ് ബാക്കി എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങയെ അറിഞ്ഞവര് അങ്ങയുടെ ആ മായാബന്ധത്തിൽ നിന്നും പുറത്തു കിടക്കുന്നു എന്ന് പറയുകയാണ്. പിന്നെയോ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും തന്നുടെ മായ തനിക്ക് ആശ്രയഭൂതയാക്കി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ. അങ്ങയെ അറിഞ്ഞിരിക്കുന്നവര് അങ്ങയുടെ മായാബന്ധത്തിൽ നിന്നും പുറത്തു കടക്കുന്നു. അതായത് സത്യത്തെ അറിഞ്ഞവര് ആ മായാബന്ധത്തെ അവിദ്യയായിട്ട് കാണുന്നു. അവിദ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നർത്ഥം. അപ്പോൾ അവിടുത്തെ അറിഞ്ഞവര്, ഭഗവാനെ അങ്ങേ അറിഞ്ഞവര്, അതാണ് സത്യത്തെ അറിഞ്ഞവരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങേ അറിഞ്ഞവര് ഇതെല്ലാം മായയാണ് എന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ്. പിന്നെയോ ഭഗവാന്റെ തന്നെ പ്രേരണയാലാണ് മായ ശോഭിക്കുന്നതെന്നാണ് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് ഈ മായയ്ക്ക് അതിൻ്റെ ആ ഒരു ശോഭ കൊടുക്കുന്നത്. മാത്രമല്ല ആ മായയിൽ നിന്നാണ് മഹത്തത്വം ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത്, നിന്നാൽ സംക്ഷോഭ്യമാണമാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നു ചൊല്ലു. അപ്പോൾ ആ മായയിൽ നിന്നാണ് മഹത്തത്വം ഉണ്ടാകുന്നത്. പിന്നെയോ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കൽ നിന്ന് ഉണ്ടായി വന്നു പുനരഹങ്കാരവും. ആ മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരം ഉണ്ടായി. പിന്നീട് അത് സംസാരം ഉണ്ടാകുന്നു, അതിൽ നിന്നും സംസാരവും ഉണ്ടാകുന്നു. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹത് വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. അപ്പം അറിയാവുന്ന ആൾക്കാർ, അതായത് മഹത് വേദികൾ, അത് മൂന്നായിട്ട് ചൊല്ലിയിടുന്നു. എന്തൊക്കെയാണ്? മഹത്തത്വം, അഹങ്കാരം, സംസാരം. അതിനെ മൂന്നായിട്ടാണ് ചൊല്ലുന്നത്. അതിനെ ആശ്രയിച്ചിട്ടാണ് സാത്വികം, രാജസം, താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞത് മൂന്നെന്നറിഞ്ഞാലും സാത്വികം, രാജസവും താമസം, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം അങ്ങനെ വേദ്യമായി അറിയുന്നു, ചമഞ്ഞതു. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഇത് മൂന്നായിട്ട് തന്നെ അറിയുന്നു. എന്ത്? അറിയാവുന്നവര്. ഇനി അതായത് താമസ ഗുണത്തിൽ നിന്നാണ് സൂക്ഷ്മ തന്മാത്രകൾ ഉണ്ടായത്. അതുപോലെ തന്നെ ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതങ്ങളും, അതായത് പഞ്ചഭൂതങ്ങൾ ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം, അത് ആ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നും ഉണ്ടാകുന്നു. പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും. ആ രജോ ഗുണത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അല്ലേ? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അതുപോലെ തന്നെ അങ്ങനെ ഇന്ദ്രിയങ്ങൾ ഉണ്ടായി, രാജസത്തിങ്കിൽ നിന്നുണ്ടായി. അതുപോലെ തന്നെ തേജോ രൂപങ്ങളായിട്ടുള്ള ദൈവതങ്ങളും. പിന്നെ സാത്വികത്തിൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സത്വഗുണത്തിൽ നിന്നാണ് മനസ്സ് ഉണ്ടായത്. പിന്നെയോ സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി. അപ്പോൾ ആ സത്വഗുണത്തിൽ നിന്ന്, ആ മനസ്സിൽ നിന്ന് എന്താണ്? ആ ശരീരവും ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിൽ നല്ല സങ്കല്പങ്ങൾ നമുക്ക് ഉണ്ടാകണം എന്ന് പറയുന്നത്. നല്ല സങ്കല്പങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം എന്ന് പറയുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് ഉള്ള ചിന്തകൾ, ഭഗവത് സ്വരൂപത്തിനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക, എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, തെറ്റായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല ശരീരങ്ങളുണ്ടാവും, നല്ല അഭിവൃദ്ധി ഉണ്ടാകും, ജീവിത അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരികയാണ്, ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ലോക സൃഷ്ടിക്ക് രജോ ഗുണം വേണ്ടതിനാൽ രജോ ഗുണത്തെ ആശ്രയിച്ച് അങ്ങയുടെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മദേവൻ ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് തൊന്മായാഗുണങ്ങളെ 3 ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു എന്നാണ് പറയുന്നത്. അങ്ങയുടെ മായാഗുണങ്ങളെ അങ്ങയുടെ മായാഗുണത്തെ ആശ്രയിച്ചിട്ടാണ് ബ്രഹ്മദേവനും
വിഷ്ണുവും രുദ്രനും ഉണ്ടായി വന്നത്. അല്ലെ, ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്യുന്നു. അല്ലെ, ലോക സൃഷ്ടിക്ക് രജോ ഗുണം ആശ്രയിച്ചിട്ടാണ് സൃഷ്ടി ചെയ്യുന്നത്. അത് ലോകേശനായിട്ടുള്ള ധാതാ നാഭിയിൽ നിന്നുണ്ടായി. അതായത് ഭഗവാന്റെ നാഭിയിൽ നിന്നും രജോ ഗുണത്തിനെ ആശ്രയിച്ചിട്ട് അങ്ങയുടെ നാഭി കമലത്തിൽ നിന്നും ബ്രഹ്മദേവൻ ഉണ്ടായി. ഇനിയോ സത്വഗുണത്തിൽ നിന്നും സത്വമാം ഗുണത്തിങ്കിൽ നിന്നും രക്ഷിപ്പാൻ വിഷ്ണുവും, അത് സത്വഗുണത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കുന്നതായിട്ട് അങ്ങയുടെ മഹാമായെ തന്നെ ആശ്രയിച്ചുള്ള സത്വഗുണത്തിൽ. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ നിർഗുണനാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ. യാതൊരുവിധ രജോ ഗുണവും സത്വഗുണവും തമോ ഗുണവും ഒന്നുമില്ലാതെ ഈ ഗുണങ്ങളെയൊക്കെ അതിക്രമിച്ച് അതിനും മുകളിലിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപമാണ് ഈശ്വരൻ, ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ മായയെ ആശ്രയിക്കുമ്പം എന്ത് ചെയ്യും? ഭഗവാൻ ഈ രൂപങ്ങളിലേക്ക്, ഈ അവസ്ഥയിലേക്കൊക്കെ മാറും. രജോ ഗുണത്തെ ആശ്രയിക്കും, തമോ ഗുണത്തെ ആശ്രയിക്കും, അതുപോലെ തന്നെ സത്വഗുണത്തിനെയും ആശ്രയിക്കും. അങ്ങനെ എല്ലാം ഒടുവിൽ സംഹരിക്കാനായിട്ട് അങ്ങയുടെ മായയാകുന്ന തമോ ഗുണത്തിൽ നിന്നും രുദ്രനും ഉണ്ടാകും. അപ്പോൾ സത്വമാം ഗുണത്തിൽ നിന്ന് രക്ഷിപ്പാൻ മഹാവിഷ്ണു, രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും, തമോ ഗുണം കൊണ്ട് ഇതെല്ലാം ഇല്ലാതെയാക്കാൻ സംഹരിക്കാനായിട്ട് ഭഗവാനെ അങ്ങ് ആരായി മാറും? രുദ്രനായിട്ടും മാറും. എല്ലാം അങ്ങ് തന്നെയാണ്. അതുപോലെ തന്നെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ 3 അവസ്ഥകൾക്കും സാക്ഷിയായി പ്രത്യേകാത്മാവായി ഞാൻ എന്ന അനുഭവരൂപേണ ഉള്ളിൽ വിളങ്ങുന്നതും ഭഗവാനെ അവിടുന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവറ്റിനെല്ലാം ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം, 3 ഗുണങ്ങള് നിത്യം അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും. അതായത് ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. അപ്പോൾ ഈ 3 അവസ്ഥകൾക്കും സാക്ഷിയായിട്ട് ജാഗ്രത്തില് ഞാനുണ്ട്, സ്വപ്നത്തിൽ ഞാനുണ്ട്, സുഷുപ്തിയിലും അല്ലേ ഞാനുണ്ട്. അപ്പോൾ ഈ 3 അവസ്ഥയിലും സാക്ഷിയായി ഞാൻ എന്ന് നമ്മുടെ ഉള്ളിൽ പ്രതിധ്വനിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകാത്മാവായി ഞാനെന്ന അനുഭവരൂപേണ ഉള്ളിൽ വിളങ്ങുന്നതും ഭഗവാനെ, ആ ഭഗവാനെ അവിടുന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാന് സൃഷ്ടി ചെയ്യാൻ ഇച്ഛയുണ്ടായ സമയത്ത്, അതാണ് യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോട് അപ്പോൾ അംഗീകരിച്ചുമായ തന്നെ. ഭഗവാനെ മായയെ തന്നെ ആശ്രയിച്ചിട്ടാണ് ഭഗവാൻ സൃഷ്ടി ചെയ്യാനായിട്ട് ആരംഭിച്ചപ്പോൾ നിർഗുണനായ ഭഗവാൻ ആരായി മാറി? ഗുണമുള്ളവനെ പോലെ തോന്നി. ആൾക്ക് നിർഗുണനായിട്ടുള്ള ഭഗവാൻ ഗുണമുള്ളവനെ തോന്നിയത് അജ്ഞാനികൾക്കാണ് തോന്നിയത്. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോട് അപ്പോൾ അംഗീകരിച്ചുമായ തന്നെ. ആ മായയെ തന്നെ അംഗീകരിച്ചിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചത്. തന്മൂലം ഗുണവാനെ പോലെ ആയതു ഭവാൻ. അപ്പോൾ കാണുന്നവർക്ക് തോന്നും ഭഗവാൻ നിർഗുണനായിരുന്ന ഭഗവാൻ ഇപ്പം ഗുണമുണ്ടല്ലോ എന്ന് തോന്നും. സൃഷ്ടി ചെയ്യാനായിട്ട് ഭഗവാൻ ആരംഭിച്ചപ്പോൾ, ഭഗവാൻ ഇച്ഛിച്ചപ്പോൾ ത്വന്മഹാമായ 2 വിധം വന്നാളല്ലോ. അപ്പോൾ അങ്ങയുടെ മഹാമായ അപ്പോൾ എന്തായി? 2 വിധമായിട്ട് തോന്നി. അത് എന്താണ്? വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ. അപ്പോൾ വിദ്യയെന്നും വിളിക്കുന്നു, അവിദ്യയെന്നും എന്നുള്ള പേരിൽ, വ്യത്യസ്തമായ പേരുകളിൽ 2 വ്യത്യസ്തമായിട്ടുള്ള നാമധേയങ്ങളിൽ അങ്ങയുടെ ഗുണം അറിയപ്പെടാൻ തുടങ്ങി. ഇനി ഇതിനെ വിദ്യയെന്നല്ലോ ചൊല്ലുവോ നിവർത്തി നിരതന്മാർ. ഇത് വിദ്യയാണെങ്കിലും അവിദ്യയാണെങ്കിലും എന്താണ് പറയുന്നത്? നിവർത്തി നിരതന്മാര്, അതായത് ഈശ്വരനെ സേവിച്ച് ഈശ്വരനിലേക്ക് തന്നെ, ഈശ്വരൻ്റെ മായയെ നീക്കാനുള്ള ആ ഈശ്വരനെ ആശ്രയിച്ച് മായയെ നീങ്ങിയവർ പറയും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നേ പറയുന്നു. ഇതിനെന്താണ് പറയുന്നത്? ഇത് വിദ്യ എന്ന് തന്നെയാണ് അവിദ്യയും പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇനി ഇത് അവിദ്യ എന്ന് വിശ്വസിക്കുന്ന ജനം പ്രവൃത്തി നിരതന്മാരാണ്. അവിദ്യാവശന്മാരായി വർത്തിച്ചിരുന്ന ജനം
പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. അതായത് ഇതെല്ലാം ഉള്ളത് പക്ഷേ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന പല കെട്ടിടങ്ങളും നാളെ കാണുകയില്ല, അല്ലെങ്കിൽ ഇന്നലെ കണ്ടിരുന്നത് പലതും ഇന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? മായയാണ്. ഇന്നലെ കണ്ട ആൾക്കാർ പലരും ഇന്നില്ല. അപ്പോൾ സത്യമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സത്യമെന്ന് പറയുന്നത് എന്താണ്? ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്ക് മുഴുവൻ സാക്ഷിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന പ്രത്യേകാത്മാവായിട്ട് എന്നിൽ ഉദയം ചെയ്യുന്നത് ആ ഭഗവാൻ മാത്രമാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ആരുണ്ട്? ആ ഭഗവാൻ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? അതാണ് പരമാത്മാവെന്ന് പറയുന്നത്. ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇല്ലാണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ജാഗ്രതയിലും ഞാനുണ്ട്. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഒരവസ്ഥയിൽ ഞാനുണ്ട്. സ്വപ്നത്തിൽ ഞാനാണ് സ്വപ്നം കാണുന്നത്. ഇത് സുഷുപ്തിയിൽ ഞാൻ എന്തായി മാറുന്നു? ഞാൻ ആ ഈശ്വരനോട് ലയിച്ച് കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സുഷുപ്തിയെ മനുഷ്യർ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം. സുഷുപ്തിയെ ജനങ്ങൾ മനുഷ്യർ മാത്രം സകല ജീവജാലങ്ങളും സുഷുപ്തി എന്ന് പറഞ്ഞാൽ ആ ഗാഠമായിട്ടുള്ള നിദ്രയെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഞാനില്ലാണ്ടാവുന്നു. ഞാനില്ലാണ്ടായി ആരായി മാറുന്നു? ഞാൻ പരമാത്മാവിനോട് ചേർന്ന് കിടക്കുന്നു. പരമാത്മാവും ഞാനും ഒന്നായി മാറുന്ന ഒരു അവസ്ഥയാണ് സുഷുപ്തി അവസ്ഥ. അപ്പോൾ ഇവിടെ പറയുന്നത് വിദ്യാവശന്മാര്, നിവർത്തി നിരതന്മാര് പറയുന്നു ഇത് രണ്ട് ചിന്തയില്ല, ഇത് വിദ്യ തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ പ്രവൃത്തി നിരതന്മാരെന്താണ് പറയുന്നത്? ഇത് അവിദ്യ എന്നാണ് അവർ പറയുന്നത്. ഇനിയോ വേദാന്തവാക്യാർത്ഥവേദിയായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. ഇനി വേദാന്തങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ വേദികൾ, അതായത് അറിയാവുന്നവർ സമന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എല്ലാവരെയും, മനുഷ്യന്മാരെ മാത്രമല്ല സർവചരാചരങ്ങളെയും, നായയെയും പൂച്ചയെയും കഴുതയെയും കുരങ്ങിനെയും ഏത് അവസ്ഥയിലുള്ള ജീവിയെയും സമന്മാരായിട്ട്, എനിക്ക് എന്നെ പോലെ തന്നെയുള്ള ഒരു ജീവിയാണ് അതും, അല്ലെങ്കിൽ ഒരു ജന്തുവാണ് അതും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൊക്കെ എങ്ങനെ വരും? വേദാന്തവാക്യാർത്ഥ വേദികളായിട്ടുള്ളവർ, അതായത് ഭഗവാനെ ഈശ്വരനെ മനസ്സിലാക്കിയവർ, അറിഞ്ഞവർ. അതുകൊണ്ടാണ് ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞിരിക്കുന്നത് പാദഭക്തന്മാരായിട്ടുള്ളവർ. ആ ഭഗവാനെ അവിടുത്തെ പാദങ്ങളെ മാത്രം ശരണം പ്രാപിച്ച് അവിടുത്തെ പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന വേദാന്ത വേദികൾ, അതായത് വേദാന്തങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയവർ എല്ലാവരെയും സമന്മാരായിട്ട് കാണുന്നു. എന്താണ് സമന്മാരായിട്ട് കാണുന്നു എന്ന് പറയുന്നത്? അത് ഭഗവാനും ഞാനും ഈ എല്ലാ സർവ്വജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്നത് ഒരേ പരമാത്മാവാണ്, തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്നത് എന്നുള്ള സത്ത മനസ്സിലാക്കും. ആര്? പാദഭക്തന്മാരായിട്ടുള്ളവർ. അവിടുത്തെ പാദങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആ ഭക്തജനങ്ങൾ എല്ലാവരെയും എല്ലാത്തിനെയും സമമായിട്ട് കാണുന്നതിനുള്ള ഒരു ബുദ്ധി ഭഗവാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് മായയുടെ ബന്ധം അവർ നീങ്ങി അവരെന്താണ് വിദ്യ എന്ന്, അതായത് ആ നിവർത്തി നിരതന്മാരായിട്ട് അവർ വർത്തിക്കുന്നു. ഇനിയോ അവിദ്യാവശന്മാർ നിത്യസംസാരികൾ എന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. ഇനി അവിദ്യാവശകന്മാരാണെങ്കിലോ അവർ നിത്യസംസാരികളെന്നാണ് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. അതായത് അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്നൊരു മോചനമില്ല. അവർ ജനിക്കും, മരിക്കും, വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക. അത് ഈ ജന്മം മനുഷ്യനാണെങ്കിൽ അടുത്ത ജന്മം വേറെ എന്തെങ്കിലും ജീവിയായിട്ട് ചെയ്ത കർമ്മങ്ങളനുസരിച്ചൊക്കെ ജനിക്കും. ഇനി ഈ ജന്മത്തിൽ ഈശ്വരനെ അറിയാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാനിലേക്ക് എത്താൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അടുത്ത ജന്മത്തിൽ നമുക്കൊരു മനുഷ്യജന്മം നൽകും. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ജന്മത്തിൽ ഈശ്വര സേവ ചെയ്ത് അങ്ങനെ ഓരോരോ ജന്മങ്ങളുടെ ഒരു ജന്മത്തിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ജന്മം, അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ജന്മം. അതുകൊണ്ടാണ് ചില സജ്ജനങ്ങൾ പറയുന്നത്, ഈ ജന്മത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എന്താണ് എന്നേക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം
ഈ ജന്മങ്ങൾക്ക് മുമ്പും നമുക്ക് ജന്മങ്ങളുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്തു വെച്ചിരുന്ന കർമ്മങ്ങളുടെ ഫലമാണ്. അപ്പോൾ ഒരു ജന്മം കൊണ്ട് അത് തീരുന്നില്ല. പിന്നീട് ഓരോരോ ജന്മങ്ങൾ കർമ്മസഞ്ചയങ്ങളായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ജന്മങ്ങളിലുള്ള കറകൾ, അജ്ഞാനം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ ഭഗവാന്റെ തിരുനാമ മന്ത്രത്തെ ഉപാസിക്കുക. ഓരോ മന്ത്രം ജപിക്കുമ്പോഴും ഓരോ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളും ഇല്ലാതെയാവുന്നു. അങ്ങനെ കോടി ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുന്നത് കൊണ്ടാണ്, കുറച്ചൊക്കെ ഇല്ലാതാവുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തോന്നുന്നത്, ഭഗവാന്റെ നാമസങ്കീർത്തനം ചൊല്ലാൻ തോന്നുന്നത്, ഭഗവാന്റെ ആ ദിവ്യകോമളമായിട്ടുള്ള വിഗ്രഹങ്ങൾ കാണുമ്പോൾ അർച്ചന ചെയ്യണമെന്ന് തോന്നുന്നത്, ഭഗവാൻ ഒരു വിളക്ക് സമർപ്പിക്കണമെന്ന് തോന്നുന്നത്, ഭഗവാൻ ഒരു മാല ചാർത്തണമെന്ന് തോന്നുന്നത്, ഭഗവാന്റെ കഥകൾ അടങ്ങിയിട്ടുള്ള രാമായണം, മഹാഭാരതം, അതുപോലെ തന്നെ ഭാഗവതം തുടങ്ങിയ ആദ്യമായിട്ടുള്ള പുരാണങ്ങൾ പഠിക്കണം എന്ന് തോന്നുന്നത്. അപ്പോൾ ഓരോ ജന്മങ്ങളിൽ അവരുടെ പാപങ്ങൾ കുറഞ്ഞു വരുമ്പോഴാണ് ഭഗവാനിലേക്ക് അവരെ ഭഗവാൻ ആകർഷിക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ മാലിന്യമെല്ലാം നീങ്ങുമ്പോൾ എന്തായി മാറും? ഭഗവാൻ അവിടെ വന്ന് വാസം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിദ്യാവശകന്മാർ, അതായത് ഈശ്വരനെ ആശ്രയിക്കാതെ പാഖണ്ഡന്മാരായിട്ടുള്ള ആൾക്കാർ, എന്താ പറയുക, ഈ നിരീശ്വരവാദികളായിട്ടുള്ള ജനങ്ങൾ, അവർക്കൊന്നും ഒരിക്കലും ആ ഭഗവാന്റെ കഥകൾ കേൾക്കണമെന്നോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയണമെന്നോ അങ്ങനെയൊന്നും തോന്നില്ല. അപ്പോൾ അവർ എപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഈശ്വരനില്ല, ഇതെല്ലാം തെറ്റാണ്, മിഥ്യയാണ് എന്നൊക്കെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവർക്കും ഈ വഴി വന്നാൽ മാത്രമേ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ എത്തുമായിരിക്കും, വിമർശനാത്മകമായിട്ടാണെങ്കിലും. ചില ആൾക്കാർ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഭക്തന്മാരെക്കാൾ അധികമായിട്ട് ഈശ്വരനെക്കുറിച്ച് പറയുന്ന ആൾക്കാർ വിമർശകന്മാരായിരിക്കും. ഒരുപക്ഷെ നമുക്ക് അങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ അറിയാം. എനിക്ക് തന്നെ എത്രയോ പേരെ അറിയാം. നമ്മൾ പോലും അത്രയും സമയം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ. വെച്ചാൽ അവർ പറഞ്ഞു വരുമ്പോൾ അവസാനം കൊണ്ടുവന്ന് നിർത്തുന്നത് ഈശ്വരനിലായിരിക്കും. ഈശ്വരനില്ല, നിങ്ങൾ എന്തിനാണ് ഭജിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലും ഇല്ല ഈശ്വരനില്ല എപ്പോഴും മന്ത്രം ജപിക്കുന്ന പോലെ പറയുകയാണ്. കംസനും ഇങ്ങനെ തന്നെയായിരുന്നു, ഹിരണ്യകശിപു ഇതുപോലെ തന്നെയായിരുന്നു, വിഷ്ണു ഇല്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ പാഖണ്ഡന്മാരായിട്ടുള്ള ആൾക്കാർ, വേദാന്തങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തവർ. അപ്പോൾ അവർ എപ്പോഴും ആ ഈശ്വരനെ അറിയാതെയാണെങ്കിലും അവർ ഈശ്വരൻ്റെ കാര്യം അല്ലെങ്കിൽ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഈശ്വരനിലേക്ക് തന്നെ എത്തും. കാരണം മനുഷ്യർ അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്മാരെല്ലാവരും ധർമ്മജ്ഞന്മാർ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ചില ആൾക്കാരുടെ ഒരു പ്രീതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ സംതൃപ്തിക്കൊക്കെ വേണ്ടിയിട്ട് ഹൈന്ദവതയും ഹിന്ദു ഈശ്വരന്മാരെയും ഒക്കെ തള്ളിപ്പറയും ചില ആൾക്കാർ. അത് അവർക്കറിയാം പറയുന്നത് തെറ്റാണെന്ന്. പിന്നെ ചില അവാർഡുകൾ, ചില സ്ഥാനമാനങ്ങൾ ഒക്കെ സമൂഹത്തിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അതൊക്കെ തൽക്കാലത്തേക്കുള്ള ഒരു ബഹുമതി മാത്രമേ ഉള്ളൂ എന്ന് അവരറിയുന്നില്ല. അവർക്കും ഈ വഴി വരാതെ ഒരിക്കലും ഈ സംസാര ചക്രത്തിൽ നിന്ന് ഒരിക്കലും ഒരു മോചനം കിട്ടില്ല. അപ്പോൾ ഈ സംസാരമാകുന്ന ചക്രത്തിൽ ഇങ്ങനെ കിടന്ന് ആ ജനന മരണ ചക്രങ്ങളിൽ നിന്നും തെന്നി നമ്മൾ എന്ത് ചെയ്യണം? ആ പരമപദ പ്രാപ്തി ഈശ്വരനിലേക്ക് നമുക്ക് ലയിച്ചു ചേരാനായിട്ട് ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നമുക്ക് ചേരാൻ സാധിക്കണം. ഭഗവാനെ അറിയാൻ സാധിക്കണം. ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മൾ എഴുതാൻ സാധിക്കണം. ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാൻ സാധിക്കണം. നമുക്കറിയാവുന്ന ഈശ്വര കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അല്ലാതെ ഞാൻ മാത്രം നന്നായാൽ പോരാ, ഇത് കേൾക്കുന്ന ആൾക്കാരും നന്നാവണം. അവരുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവണം. അവരുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാക്കി അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അത് പോകണം. അപ്പോൾ എന്ന് ഉള്ള ഒരു ആവശ്യം അവർക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണമാണത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിദ്യാവശകന്മാരായിട്ടുള്ള ആൾക്കാർ നിത്യസംസാരികളാണ് എന്നാണ് പറയുന്നത്. പിന്നെയോ
വിദ്യാഭ്യാസൈക നിരതന്മാരായിട്ടുള്ള ജനങ്ങളെ നിത്യൻ മുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. അതായത് വിദ്യാഭ്യാസ ഐകരതന്മാരായിട്ടുള്ള ജനങ്ങളെ. അപ്പോൾ ഇത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈശ്വരനെ കുറിച്ച് അറിയുന്ന ആൾക്കാരെ അവരെന്താണ്? നിത്യമുക്തന്മാരാണ്. അവരെ ഭഗവാന്റെ മായകളൊന്നും ബാധിക്കുകയില്ല എന്നാണ് ആര് പറയുന്നത്? വിദ്യാഭ്യാസം കൊണ്ട്, അതായത് വേദാന്ത ശാസ്ത്രങ്ങൾ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളെല്ലാം നേടിയ സജ്ജനങ്ങൾ നിത്യമുക്തന്മാരാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ത്വൻ മന്ത്രോപാസകന്മാരായുള്ള ജനങ്ങൾക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. ഇനി അവിടുത്തെ മന്ത്രത്തെ നിരന്തരമായിട്ട് അഭ്യസിക്കുന്ന ഉപാസിക്കുന്ന ആ ഭക്തന്മാർക്ക് നിർമ്മലമായിട്ടുള്ള വിദ്യ, ആ പരിശുദ്ധമായിട്ടുള്ള ആ ഒരു വിദ്യ താനേ സംഭവിച്ചിടും. അതിനു വേണ്ടിയിട്ട് അവർ പ്രത്യേകിച്ച് ശാസ്ത്രങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും അവിടുത്തെ മന്ത്രത്തെ, ആ രാമ എന്നുള്ള മന്ത്രത്തെ മാത്രം ഉപാസിക്കുന്ന സജ്ജനങ്ങൾക്ക് ആ വിദ്യ അവരിലേക്ക് താനേ തന്നെ വന്നുകൊള്ളും എന്നാണ് പറയുന്നത്. അത് മറ്റൊന്നും ചെയ്തില്ലെങ്കിലും, ഒരു തപസ് ചെയ്യേണ്ട, യാഗങ്ങൾ ചെയ്യേണ്ട, യജ്ഞങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട, അല്ലാതെ തന്നെ ആ ഭഗവാന്റെ മന്ത്രത്തെ മാത്രം ഉപാസിക്കുമ്പോഴത്തേക്കും അവരിലേക്ക് ആ ഗുണങ്ങൾ, വിദ്യ താനേ തന്നെ എത്തിക്കൊള്ളും, അജ്ഞാനം ഇല്ലാണ്ടാവുന്നു. ഇനിയോ മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മം കഴിഞ്ഞാലും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ പാഖണ്ഡന്മാരായിട്ടുള്ള ആൾക്കാർ, ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാർ, അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടൊക്കെ അവർ വലിയ വലിയ ഉയർന്ന സ്ഥാനത്തൊക്കെ ആയിരിക്കും. പക്ഷേ ഈ 100,000 ജന്മം കഴിഞ്ഞാലും ശരി, അവർക്ക് ഈ സംസാരത്തിൽ നിന്നും ഒരു മോചനം ഉണ്ടാവുകയില്ല അല്ലേ. നമുക്കറിയാം ഭരണരംഗത്തൊക്കെ വളരെ ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ, എത്രയോ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ തെറ്റുകൾ ചെയ്ത് ജയിലിലേക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്? അവർ ആ പൈസ ഉണ്ടാക്കാനുള്ള തിരക്കിൽ അവർ ഈശ്വരനെ മറക്കുന്നു, ധർമ്മം മറക്കുന്നു. രാമായണം മുഴുവൻ പറയുന്നത് ധർമ്മമാണ്, ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് പറയുന്നത്. അല്ലെ, പ്രഥമ പുരുഷാർത്ഥമായുള്ള ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് മുഴുവൻ. രാമായണം ആദ്യന്തം പറയുന്നത് മുഴുവൻ ധർമ്മമാണ്. ധർമ്മം ആചരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തന്നെയാണ് ഇവിടെ പറയുന്നത് മൂഢന്മാർക്ക് വിദ്യ ഉണ്ടാകുന്നത്. അവർക്ക് ചിലപ്പോൾ വിദ്യ കാണും, പക്ഷേ 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും അവർക്ക് മോക്ഷമില്ല, ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കില്ല. അവർ വീണ്ടും ജനിക്കുക, വീണ്ടും ഈ ഭൂമിയിലെ കഷ്ടപ്പാട് ദുരിതങ്ങളൊക്കെ അനുഭവിക്കുക. അങ്ങനെ ചിലപ്പോൾ മനുഷ്യനായിട്ടൊരു ജന്മം കിട്ടിയാൽ ഭാഗ്യം, ചിലപ്പോൾ കിട്ടുന്നത് വേറെ ഏതെങ്കിലും ജീവികളായിട്ടായിരിക്കും. അപ്പോൾ അടുത്തത് പറയുന്നത്, ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. അതുകൊണ്ട് ഭക്തി സമ്പന്നന്മാരായിട്ടുള്ളവർ, അങ്ങയുടെ ആ ഭക്തിയെ സമ്പാദിച്ചവർ, അവിടുത്തെ ഭക്തിയാണ് അവരുടെ ധനം, സമ്പത്ത് എന്ന് പറയുന്നത്. അവർ ഏകാന്തമുക്തന്മാരില്ലേതും ഒരു സംശയവുമില്ല, അവരെ മുക്തന്മാർ തന്നെയാണ്. അവരെ മറ്റൊരു കാര്യങ്ങളും ബാധിക്കുകയില്ല. അവർക്ക് ഏകമായിട്ടുള്ള ധനം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. പിന്നെയോ ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുക. വീണ്ടും അടിവരയിട്ട് എടുത്തെടുത്ത് ആ ഭഗവാന്റെ മുമ്പിൽ നിന്ന് സ്തുതിക്കുകയാണ് അഗസ്ത്യ മഹർഷി. ഭക്തി അവിടുത്തെ ഭക്തിയാകുന്ന സുധ എന്ന് പറഞ്ഞാൽ അമൃതം കഴിക്കാത്തവർക്ക്, സുധാഹീനന്മാരുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കില്ല. അവർക്ക് ഇനി സ്വപ്നം കാണുക, എനിക്ക് മോക്ഷം കിട്ടിയെന്ന് അവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം കിട്ടുകയില്ല. കാരണം എന്താണ്? അവർ അവിദ്യാവശകന്മാരാണ് അല്ലേ. അവിദ്യയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. ഈ കാണുന്നത് എന്നും എല്ലാം സത്യമാണ്, ഞാൻ എന്നും ഉണ്ടാകും, അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എന്നും ഇവിടെ കാണും, അതുകൊണ്ട് എല്ലാവരെയും പറ്റിക്കണം, മറ്റുള്ളവരെയൊക്കെ പറ്റിക്കണം, എനിക്ക് ഏറ്റവും കേമനാകണം, സമ്പത്തൊക്കെ ഇങ്ങോട്ട് പോരട്ടെ, വേറെ ആർക്കും ഒന്നും വേണ്ട, എല്ലാം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കുമിച്ച് ഇങ്ങനെ കൂട്ടി വയ്ക്കുന്ന ആൾക്കാർ ചത്തുപോകുന്നു. ശിവ അല്ലേ, അദ്ദേഹം പാടിയിട്ടുണ്ട്, പെട്ടെന്ന് പൂന്താനം പാടിയിട്ടുണ്ടല്ലേ, ഒന്നും അറിയുന്നില്ല, പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ആവാനും ഒരു നിമിഷം മതി. അപ്പോൾ പക്ഷേ ആ സമയം കൊണ്ട് ഇല്ലാതാവുന്നതിന് മുമ്പ് അറിയേണ്ടത് എന്താണ്? ആ ഈശ്വരനെ കുറിച്ച് അറിയുക, ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ
ഏതെങ്കിലും ഒരു ജന്മത്തിൽ തുടങ്ങി വെച്ചാൽ മാത്രമേ ഈ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇത് തുടങ്ങാത്ത ആൾക്കാർ 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും അവർക്ക് മുക്തിയില്ല, മോക്ഷമില്ല എന്നാണ് അഗസ്ത്യൻ ഭഗവാനെ സാക്ഷിയാക്കി ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. അവർക്ക് അവിടുത്തെ ഭക്തിയാകുന്ന ആ ഒരു അമൃത് കുടിക്കാൻ ഭാഗ്യമില്ലാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കില്ല. ഭഗവാൻ അവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം കിട്ടുകയില്ല. എന്നിട്ട് പറയുകയാണ്, ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ. കേവലജ്ഞാനമൂർത്തേ ശ്രീരാമ രഘുപതേ, രഘുവംശത്തിൽ പിറന്ന ഭഗവാനെ, കേവല ജ്ഞാനമൂർത്തെ, ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ഭഗവാനെ, ശ്രീ രമണാത്മാരാമ ഭഗവാനെ, എല്ലാവരുടെയും മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന ഭഗവാനെ, കാരുണ്യാമൃത സിന്ധു, കാരുണ്യമാകുന്ന അമൃതമാകുന്ന സിന്ധുവിൽ ആ ഒരു സാഗരത്തിൽ വിലയം ചെയ്യുന്ന ഭഗവാനെ. എന്തിന് വളരെ ഞാനിങ്ങനെ പറയുന്നു, എന്തിനാണ് ഞാനിങ്ങനെ അധികം പറയുന്നത്? ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവാൻ ധരാവത്. എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നത്? ഇതിൻ്റെ സാരം എല്ലാം ഭഗവാൻ തന്നെയാണ്. ഇനിയോ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുസംഗതി എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ ആയിട്ടുള്ള ആ ഭഗവാൻ, സാധുസംഗതി അതായത് സജ്ജനങ്ങളുമായിട്ടുള്ള ഒരു സംഘം, സത്സംഗം തന്നെയാണ് മോക്ഷകാരണമെന്നാണ് വേദജ്ഞന്മാരായിട്ടുള്ള വിദ്വാൻമാർ പറയുന്നത് എന്നാണ് പറയുന്നത്. എപ്പോഴാണോ നമുക്ക് ഹൃദയം ശുദ്ധമാകുന്നത്, തിരുനാമ സങ്കീർത്തനങ്ങൾ ചൊല്ലി, കലിയുഗത്തിൽ നാമസങ്കീർത്തനം ചൊല്ലാനും മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കലിയുഗത്തിൽ ആ നാമം ചൊല്ലി എപ്പോഴാണോ നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നത്, അപ്പോൾ നമുക്ക് ഒരു ഗുരു നമ്മുടെ മുമ്പിൽ വരും. നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഗുരു നമ്മളിലേക്ക് വരും. അപ്പോൾ ആ സത്സംഗം നമുക്കുണ്ടാകുമ്പോൾ ആ സത്സംഗമാണ് നമ്മുടെ മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം. മരിക്കുമ്പോൾ കിട്ടുന്നതല്ല, മരിച്ചതിന് ശേഷം കിട്ടുന്നതല്ല. മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുക്തന്മാരാകും. ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. നമ്മൾ ഈ ശരീരമായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പരമാനന്ദത്തിലായിരിക്കും നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ മുക്തന്മാരാകുന്നു. പിന്നെയോ സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. അങ്ങനെ സാധുക്കളായി കഴിഞ്ഞാൽ എന്താണ്? സമചിത്തത ഉണ്ടാകും. നമുക്ക് ഒരു ഭേദഭാവന ഉണ്ടാവില്ല. നമ്മളും ഈശ്വരനും രണ്ടും രണ്ടാണ് എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. നമ്മളും ഈശ്വരനും രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ബോധിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. അതായത് നേരത്തെ പറഞ്ഞു തന്നെ ആത്മജ്ഞാനം, അതായത് ആത്മാവ് തന്നെയാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ആ ഈശ്വരനായിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു തത്വജ്ഞാനം നമ്മളിലെ സമചിത്തന്മാരായി മാറുമ്പോൾ നമുക്കുണ്ടാകും. പിന്നെയോ നിസ്പൃഹന്മാരെ വിഗതേഷണന്മാരായിട്ട്, ഭക്തന്മാരായി, നിവൃത്ത അഖിലകാമന്മാരായി, അവിടുത്തെ വിഗതമായിട്ടുള്ള, അതായത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊന്നും നമുക്കുണ്ടാവുകയില്ല. പിന്നെയോ അവിടുത്തെ ഭക്തനായിട്ട്, പിന്നെയോ ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി, ഇഷ്ടമാണെങ്കിലും അനിഷ്ടമാണെങ്കിലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും രണ്ടും സമമായിട്ട് കാണുന്നു. ഇപ്പോൾ നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അത്രയും എത്തിയിട്ടില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. നമ്മളെത്തും, നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു, അതുകൊണ്ട് ഭഗവാൻ നമ്മളെയും എത്തിക്കും. നമുക്ക് എല്ലാവരെയും സമന്മാരായിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എല്ലാവരെയും ഒരുമിച്ച് ഭഗവാനിലേക്ക് തന്നെ ചേർക്കും. അപ്പോൾ അതിന് ഇപ്പം നമ്മൾ ആദ്യം തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കാതെ അല്ലല്ലോ 10ാം ക്ലാസ്സിലേക്ക് നേരിട്ട് കൊണ്ട് ഇരുത്തുകയല്ലല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ +2 അല്ലല്ലോ നേരിട്ട് കൊണ്ട് ചേർക്കുന്നത്. നമ്മൾ 1-ലിരുന്ന് പഠിച്ചു, 2-ലിരുന്ന് പഠിച്ചു, 3-ലിരുന്ന് പഠിച്ചു. അങ്ങനെയാണ് നമ്മൾ SSLC ഒക്കെ പാസ്സായതിനു ശേഷമാണ് നമ്മൾ +2 ക്ലാസ്സിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമേ ഭഗവാനെ, ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ പോകെ പോകെ നമ്മളെന്താകും? നമ്മൾ എല്ലാവരെയും, എല്ലാ ജീവികളിലും, മനുഷ്യരിൽ മാത്രമല്ല സകല ജീവജാലങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് പരമാത്മാവാണ് എന്നുള്ള ആ പരമാത്മാ ദർശനം നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിൽ അന്തർലീനമാകുന്നു. അങ്ങനെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞ് വരാൻ തുടങ്ങും. അല്ലേ? നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട്, പക്ഷെ നമ്മളത് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഉള്ള അജ്ഞാനം, അന്ധകാരം നീങ്ങുമ്പോൾ എന്താകും? ആ ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ തെളിഞ്ഞു വരും. അപ്പോൾ ഭഗവാൻ മാത്രമേ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആരായി മാറും? നമ്മളും ഈശ്വരനായി, അല്ലെങ്കിൽ ഈശ്വരൻ്റേതായിട്ട് നമ്മളും മാറും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത്, യോഗാർത്ഥം യമനിയമാതി സമ്പന്മാരായ ഏകാന്തേ ശമതമ സാധനയുക്തന്മാരായി. അപ്പോൾ യമനിയമാദികളൊക്കെ അനുഷ്ഠിച്ച്, ശമതമവും ഒക്കെ അനുഷ്ഠിച്ച്, സാധുക്കൾ അവരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേന രതിയുണ്ടാം. അപ്പോൾ ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും.
അടുത്ത പറയുന്നത് ആ സാധുക്കളോട് സജ്ജനങ്ങളോട് സംഗമമുണ്ടാകുമ്പോൾ എന്താണ് മനസ്സിൽ ഭഗവത് കഥാശ്രവണ രതിയുണ്ടാകും. ഇപ്പോൾ രാവിലെ നമ്മൾ ആ ഭഗവാന്റെ കഥ പോസ്റ്റ് ചെയ്യുന്നത് നോക്കി എത്രയോ ഭക്തജനങ്ങൾ അത് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ അത് ഭഗവാന്റെ കഥ കേൾക്കാനുള്ള ആ ഒരു രതി അത് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആ സത്സംഗം ഉണ്ടാകുമ്പോഴാണ്, ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ആ ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ടൊരു താല്പര്യമുണ്ടാകുന്നത്. അതല്ലാതെ മറ്റ് ലോകവിഷയങ്ങളോടൊന്നും നമുക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. ഭഗവാന്റെ കഥയിൽ ഒരു രതി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ലോകവിഷയങ്ങൾ മറ്റുള്ള ആൾക്കാർ സംസാരിക്കുമ്പോഴും നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ആ ഭഗവാനെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തയുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കഥാശ്രവണത്തിൽ രതി ഉണ്ടാകും എന്ന് പറഞ്ഞത്. ഭവൽ കഥാശ്രവണേന രതിയുമുണ്ടാം. ത്വൽ കഥാശ്രവണേന, അങ്ങനെ രതി ഉണ്ടായാലോ അവിടുത്തെ ആ കഥാശ്രവണം കൊണ്ട് തന്നെ എന്തുണ്ടാവും? ഭക്തി വർദ്ധിച്ചിടും. അപ്പോൾ ഭഗവാന്റെ ആ കഥകൾ കേൾക്കുന്നതിനനുസരിച്ച് നമ്മളിൽ ആ ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത്, ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. അങ്ങനെ ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് ജ്ഞാനമുണ്ടായി വരും. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, അല്ലേ? ഭക്തിയുടെ മക്കളാണെന്നാണ് പറയുന്നത് ജ്ഞാനവും വൈരാഗ്യവും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിഷയവിരക്തി, ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലായ്മ. അതായത് എന്തും അല്ലേ നമ്മളാണ്, അല്ലെങ്കിൽ നമുക്ക് അത് വേണ്ട എന്നുള്ള ആ ഒരു ഇതാണ് വിഷയവിരക്തി, വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് വിജ്ഞാനമുണ്ടാകും. പിന്നെയോ ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. അതായത് അങ്ങനെ വിജ്ഞാനമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാനമുണ്ടാകുമ്പോൾ നമ്മൾ മോക്ഷം താനേ തന്നെ വരും. അതായത് നമ്മൾ മുക്തനാകും. നമ്മൾ ബദ്ധനിൽ നിന്നും നമ്മൾ മുക്തനിലേക്ക് മാറും. വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ. ഇനി വിജ്ഞാനം എന്താണ്? വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ, അതായത് ആ ഗുരുമുഖത്തിൽ നിന്ന് ആ ഭഗവാന്റെ തത്വങ്ങളും എല്ലാം മനസ്സിലാക്കണം. ഒരു സദ്ഗുരുവിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താവും? വിജ്ഞാനമുണ്ടായി വരും. ആകയാൽ ഭക്തിയും നിങ്കലെ പ്രേമം. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനെ അവിടുത്തോട് ഭക്തിയും ഉണ്ടാകും. മാത്രമല്ല പ്രേമവായ്പ, പ്രേമഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം. ഭഗവാൻ എവിടെയോ ഇരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരാൻ വേണ്ടി ഇരിക്കുകയാണ് ഭഗവാൻ എന്നുള്ള ചിന്തയിൽ നിന്നും എന്തുണ്ടായും? അപ്പോഴാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ചില ആൾക്കാർ പറയില്ലേ, എൻ്റെ മോളെ SSLC ജയിപ്പിച്ചാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ മോളുടെ കല്യാണം നടന്നാൽ ഞാനൊരു ഉരുളി തരാം എന്നൊക്കെ പറയില്ലേ. ആ പറച്ചിലൊക്കെ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തുണ്ടാകും? അപ്പോൾ പിന്നെ ഭഗവാനിൽ പ്രേമഭക്തി ഉണ്ടാകും. മനസ്സിലായി? പ്രേമഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാൻ അറിയാം, എൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ശരി, ഭഗവാൻ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഒരാപത്തും വരുത്താതെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മംഗളകരമാക്കി നടത്തും ഭഗവാൻ. അതാണ് പ്രേമഭക്തി എന്ന് പറയുന്നത്. ഭഗവാനോട് സംസാരിക്കുക, ഭഗവാന് ഭക്ഷണം കൊടുക്കുക, കളിക്കുമ്പോഴും ഓടുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുക. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ സൈഡ് സീറ്റിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ കാറിലെ സൈഡിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. ഭഗവാനോട് സംസാരിക്കാൻ നമുക്ക്, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഭഗവാനും അല്ലേ ഉള്ളൂ, മറ്റാരും കേൾക്കാനില്ലല്ലോ. ഭഗവാനോട് സംസാരിക്കുക. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഭഗവാൻ പുറകിലിരുന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഭഗവാന് ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങും. ഭഗവാൻ എന്തെങ്കിലും കഴിച്ചോ, വിശക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുക. അപ്പോൾ അതിനാണ് പ്രേമഭക്തി എന്ന് പറയുന്നത്. ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാർ പ്രേമഭക്തിയിലൂടെയാണ് ആ മോക്ഷം നേടുന്നത്. മീരാബായി, ഗോപികമാര്, രാധാറാണി, അങ്ങനെ എത്രയോ പ്രേമഭക്തിയിലൂടെ ആ ഗോപികമാര്, പ്രേമഭക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, പ്രേമഭക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോപികമാർ. അവരെല്ലാവരും മോക്ഷം നേടി പ്രേമഭക്തിയിലൂടെ. അപ്പോൾ ആ പ്രേമഭക്തിയിലേക്ക് നമ്മൾ എത്തുന്നു എന്നാണ് പറയുന്നത്. രാഘവാ സദാ ആകയാൽ ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കണമേ ദയാനിധേ. ഭഗവാനെ എന്നിൽ ആ ഭക്തിയും പ്രേമഭക്തിയും എല്ലാം ഉണ്ടാവണേ. പാദാബ്ജങ്ങളിലും ഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഭഗവാനെ. ഭഗവാനെ അങ്ങയുടെ പാദാബ്ജങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണിത്. അദ്ദേഹത്തിനുണ്ടത്, പക്ഷേ നമുക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ
സ്തുതി ഭഗവാനോട് ചെയ്യുന്നത്. ത്വത്പാദാബ്ജങ്ങളിൽ ഭഗവാനെ അവിടുത്തെ പാദങ്ങളാകുന്ന, അവിടുത്തെ തൃപ്പാദങ്ങളാകുന്ന താമരയിലും ഭക്തന്മാരിലും, അവിടുത്തെ പാദങ്ങളിൽ മാത്രം പോരാ, അവിടുത്തെ ഭക്തന്മാരുടെ പാദങ്ങളിലും ഭക്തി എനിക്ക് എപ്പോഴും ഉണ്ടാകണേ ഭഗവാനെ. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അവിടുത്തോടുള്ള ഭക്തി ഉണ്ടാകണേ. അവിടുത്തോട് മാത്രമല്ല ഭഗവാനെ, അവിടുത്തെ ഭക്തന്മാരോടും അവരോടും എനിക്ക് ഭക്തി ഉണ്ടാകണേ ഭഗവാനെ. പിന്നെയോ, ഇന്നല്ലോ സഫലമായി വന്നത് മമ ജന്മം, ഇന്നുമൽ ക്രതുക്കളും വന്നതു സഫലമായി. ഭഗവാനെ, എൻ്റെ ജന്മം, ഈ ജന്മമാണ് എനിക്ക് സഫലമായിട്ട് വന്നത്. എൻ്റെ എത്രയോ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ജന്മങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ജന്മം സഫലമായി വന്നു. ഭഗവാൻ ഇന്ന് എൻ്റെ അതിഥിയായിട്ട് എൻ്റെ ഈ ആശ്രമത്തിൽ ഭഗവാൻ വന്നില്ലേ ഭഗവാനെ. എൻ്റെ ജന്മം സഫലമായി ഭഗവാനെ. നമ്മളുടെയും ഹൃദയം ശുദ്ധമാകുമ്പോൾ, നമ്മുടെ ഭക്തി ശുദ്ധമാകുമ്പോൾ ഭഗവാൻ നമ്മളെയും തിരക്കി നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഭക്തി ശുദ്ധമായിട്ടില്ല എന്നുള്ളതാണ്. വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എന്തെങ്കിലും ഈ രീതിയിൽ നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ കൈവിടില്ല. ഭഗവാൻ അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് ചെന്നതുപോലെ, സുധീഷ്ണൻ്റെ അടുത്ത് ചെന്നതുപോലെ, ഭരദ്വാജ മഹർഷിയുടെ അടുത്ത് ചെന്നതുപോലെ ഭഗവാൻ തീർച്ചയായിട്ടും ഒരിക്കൽ നമ്മളുടെ അടുത്തേക്കും വരാതിരിക്കാൻ ഭഗവാന് സാധിക്കുകയില്ല. പറയുകയാണ്, ഇന്നല്ലോ സഫലമായി വന്നത് മമ ജന്മവും, എൻ്റെ എത്രയോ കോടിക്കണക്കിന് ജന്മങ്ങളിൽ നിന്നാണ് എൻ്റെ ജന്മം സഫലമായത്. പിന്നെയോ, ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായിരുന്നു. എത്രയോ ജന്മങ്ങളായിട്ട് ചെയ്യുന്ന തപസ്സാണ് ഭഗവാനോടുള്ള ആരാധന. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഭഗവാനോടുള്ള ആരാധന ചെയ്തതുകൊണ്ടാണ് ഈ ജന്മത്തിലും ഭഗവാനെ ഭജിക്കാനായിട്ട് തോന്നുന്നത്. ഈ ജന്മത്തിൽ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യാൻ സാധിക്കുന്നത്. ഈ ജന്മത്തിൽ ഭഗവാന്റെ തൃപ്പാദങ്ങൾ നമസ്കരിക്കാൻ തോന്നുന്നത്. ഭഗവാന്റെ ദിവ്യകോമളമായിട്ടുള്ള വിഗ്രഹങ്ങൾ കാണാൻ തോന്നുന്നത്, ഭഗവാന്റെ നാരായണീയം വായിക്കാൻ തോന്നുന്നത്, ഭഗവാന്റെ ഭാഗവതം വായിക്കാൻ തോന്നുന്നത്, ഭഗവാന്റെ ആ രാമായണം, ഭഗവാനെ കീർത്തിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യാൻ കഴിയുന്നത് ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ഭഗവാനോട് ഭക്തി ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ജന്മത്തിലും ഇതൊക്കെ സാധിക്കുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ഇന്നല്ലോ സഫലമായി വന്ന് നേത്രവും. അപ്പം നമ്മുടെ നേത്രങ്ങളും ഇപ്പോഴും സഫലമായിട്ടില്ല. നമ്മളിപ്പോൾ ഭഗവാന്റെ രൂപം കാണുന്നുണ്ടെങ്കിലും ഭഗവാനെ നേരിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഭഗവാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ, ഗുരുവായൂരപ്പൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. മനുഷ്യനായിട്ട് പല രൂപത്തിലും പല ഭക്തന്മാർക്കും ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഉണ്ടാകാം. ഭഗവാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാൻ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഭഗവാന്റെ അതേ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അത് ആ സമയത്താണ് നമ്മുടെ നേത്രങ്ങൾ, നമ്മുടെ കണ്ണിന് അർത്ഥമുണ്ടാകുന്നത്. അപ്പോൾ അന്നാണ് നമ്മുടെ കണ്ണിന് സാഫല്യമുണ്ടാകുന്നത് എന്ന് പറയാണ്. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതയോടുകൂടി ഭഗവാനെ അന്ന് അങ്ങ് എന്നും വസിക്കുക. ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായകാദശരഥേ. സീതാവല്ലഭ, ആ സീതയുടെ ഭർത്താവായിട്ടുള്ളവനെ, ജഗത്തിൻ്റെ നായകനായിട്ടുള്ള ഭഗവാനെ ദാശരഥേ, ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ആ രാമചന്ദ്രമൂർത്തിയെ. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ശ്ലോകമാണ് ഇനി പറയുന്നത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. ഈ പ്രാർത്ഥന നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനുള്ള ഭക്തി താനേ വരും. ചില ആൾക്കാർ പറയുന്നതാണ്, എങ്ങനെയാണ് ഭക്തി ഉണ്ടാകുന്നത്? എനിക്ക് ഭക്തിയില്ല, അമ്പലത്തിൽ പോകാൻ തോന്നുന്നില്ല, അമ്പലത്തിൽ പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പറ്റുന്നില്ല, തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? നിത്യവും ഈ പ്രാർത്ഥന നിത്യം ജപിക്കുക. അതൊക്കെ ഒരു 4-5 ദിവസം ഈ ശ്ലോകം രാവിലെയും വൈകിട്ടും ഒക്കെ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ താനേ തന്നെ ഭക്തി വരും. ഭഗവാന് നമ്മളോടുള്ള ഒരു ആകർഷണം ഉണ്ടാകും. ആ സമയത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ശ്ലോകമാണ് ഇവിടെ അഗസ്ത്യൻ ജപിക്കുന്നത്. നടക്കുമ്പോഴും, ഞാൻ എന്ത് ചെയ്യുമ്പോഴുമാണ് സമയത്താണെങ്കിലും, എന്ത് ജോലി ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നടക്കുമ്പോഴും, പിന്നെയോ ഇരിക്കുമ്പോഴും, എവിടെയെങ്കിലും ചുമ്മാ ഇരിക്കുകയാണ്, ഭഗവാന്റെ 10 നാമങ്ങൾ ചൊല്ലുക. ഒരിടത്ത് കിടക്കുമ്പോഴും, നമ്മൾ രാത്രിയിലേക്ക് ചിലപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയാം 1 മണി 2 മണി 3 മണിയൊക്കെ ആകുമെന്ന് പറഞ്ഞേക്കാം. ഉറങ്ങിയാലോ, ഇനി 3 മണിക്ക് ഉറങ്ങിയാലോ, ഒരു മാക്സിമം 2 മണിക്കൂർ അല്ല 3 മണിക്കൂറിൽ 6 മണിക്ക് വീണ്ടും ചാടി എണീക്കും. ഉറക്കം കിട്ടണില്ല. എന്തുകൊണ്ടാണ്? മനസ്സിൽ സമാധാനം ഇല്ല, ആകുലതകളാണ് മുഴുവൻ.
ചിന്തകളാണ്, ചിന്തകളാകുന്ന ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അതാണ് ബദ്ധന്മാരെന്ന് പറയുന്നത്. മുക്തന്മാരാകാത്തവരുടെ ലക്ഷണമാണ് ഉറക്കമില്ലായ്മ. ഉറങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൽ ശാന്തി ഉണ്ടാണ്. ശാന്തി ഉണ്ടാകണം എന്ത് ചെയ്യണം? ഭഗവാന്റെ തിരുരൂപം, ഭഗവാന്റെ ആ രൂപം ഹൃദയത്തിൽ എന്നും ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഉറക്കം കിട്ടുകയുള്ളൂ, ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, നടക്കുമ്പോഴാണെങ്കിലും ശരി, ഒന്ന് കടയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കോളേജിൽ പോവുകയാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോവുകയാണ്, അപ്പം കുറച്ച് നടത്താൻ പോകണം. അപ്പം കുറച്ച് നേരം നാമം ചൊല്ലുക. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മുറ്റമടിക്കുകയാണ്, നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇനി എവിടെയെങ്കിലും ചുമ്മാ ഇരിക്കുകയാണ്, കുറച്ച് നേരം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാന്റെ ഒരു കഥയെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ 10 നാമം ജപിക്കുക. ഇനി കിടക്കുവാണ്, കിടക്കുന്ന സമയത്തും കുറച്ച് 10 പ്രാവശ്യം രാമരാമ ജപിക്കുക. ഇനി കഴിക്കുമ്പോഴും ഭുജിക്കുമ്പോഴും, അല്ലേ, ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാനെ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. ഭഗവാനെ, ഈ അന്നം, അല്ലേ, എനിക്കെന്നും ഉണ്ടാവണേ ഭഗവാനെ. എൻ്റെ മുന്നിൽ ഈ അന്നം എത്തുന്നതിന് വേണ്ടിയിട്ട് എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ എത്രയോ കഷ്ടപ്പാട് സഹിച്ചത് കൊണ്ടാണ് ഭഗവാനെ എൻ്റെ മുമ്പിൽ ഈ അന്നം ഇരിക്കുന്നത്. ഈ അന്നമായിട്ട് ഇരിക്കുന്നതും അന്നം ബ്രഹ്മ, ഭഗവാൻ തന്നെയാണ്, ആ പരബ്രഹ്മം തന്നെയാണ് എൻ്റെ മുമ്പിൽ അന്നമായിട്ടിരിക്കുന്നതും. അതുകൊണ്ട് അന്നത്തെ പാഴാക്കാതിരിക്കുക, ആഹാരം പാഴാക്കാതിരിക്കുക. അപ്പം അന്നം ബ്രഹ്മമാണ് എന്നുള്ള സങ്കല്പം. പിന്നെയോ അങ്ങനെ നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും, അങ്ങനെ ഞാൻ എന്തെല്ലാം കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നത്, സദാകാലം എപ്പോഴും ഏതു സമയവും മാനസേ, എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ ഭവദ്രൂപം, ഭഗവാനെ അവിടുത്തെ രൂപം തോന്നേണം ദയാംബുധേ. ഞാൻ എന്ത് ചെയ്യുമ്പോഴും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും, ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും സദാകാലം എപ്പോഴും മാനസേ, എൻ്റെ മനസ്സിൽ അവിടുത്തെ ആ ദിവ്യകോമളമായിട്ടുള്ള വിഗ്രഹം, ആ രൂപം എൻ്റെ ഹൃദയത്തിൽ എന്നും തോന്നണമേ ഭഗവാനെ. ഭക്തിയില്ല എന്ന് വിലപിക്കുന്ന ആൾക്കാർക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ചൊല്ലാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ് താനേ ഭക്തി ഉണ്ടായിക്കൊള്ളും. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം. അങ്ങനെ കുംഭസംഭവൻ, അതായത് അഗസ്ത്യൻ എങ്ങനെ സ്തുതിച്ചു, ഭക്തിയോടുകൂടി സ്തുതിച്ചു. എന്നിട്ട് എന്തായ ആ ഭഗവാന്റെ കയ്യിൽ ചാപവും ബാണതൂണീരത്തോടും കൊടുത്തു, ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. എന്നിട്ട് എന്ത് ചെയ്തു? ആ ബാണം, അസ്ത്രങ്ങളും അതുപോലെ ചാപവും, അതായത് വില്ലും അമ്പും കൊടുത്തു, തൂണീരം അതായത് ആവനാഴി കൊടുത്തു, ഖഡ്ഗം വാള് കൊടുത്തു. എന്നിട്ട് ആനന്ദവിവശനായി പിന്നെയും വീണ്ടും അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് അദ്ദേഹം പിന്നെയും സ്തുതിക്കുകയാണ്. ഭൂഭാരഭൂതകമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകിടാതെ. നമ്മുടെ നോക്കിക്കേ, ഭഗവാനെ കൊടുത്ത ആയുധങ്ങളാണ് കൊടുത്തത്, അല്ല, അനുഗ്രഹങ്ങളല്ല കൊടുത്തത്, എന്താണ് ആയുധങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മഹർഷിമാരും പേടിച്ച് വിഷമിച്ചിരുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു. അവരുടെ തപശക്തി മുഴുവൻ അവർ ശേഖരിച്ച് വെച്ചിരുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആയുധങ്ങൾ അവരുടെ നേരെ പ്രയോഗിക്കാതിരുന്നതും. അതുകൊണ്ട് ആ ആയുധങ്ങളെല്ലാം ഭഗവാന് കൊടുക്കുകയാണ്. എന്നിട്ട് നിന്നെ കൊണ്ട് തന്നെ ഭഗവാനെ ഈ രാക്ഷസ വംശം മുഴുവൻ നിന്നെ നീ നഷ്ടമാക്കണം, നീ ഇല്ലാണ്ടാക്കണം, വൈകിടാതെ, താമസിക്കണ്ട. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിന് മർത്യനായി പിറന്നതും, സാക്ഷാൽ ശ്രീനാരായണനായിട്ടുള്ള അതിനാരായണനായിട്ടുള്ള ജഗൽക്കാരണനായിട്ടുള്ള ഭഗവാനെ നാരായണ, നീ മായയോടും, നീ മായാരൂപമാണ് നിന്റെ ഈ രാമനായിട്ട് വന്നിരിക്കുന്നത്. നീ മായയുടെ ആശ്രയിച്ചിട്ടാണ് നീ മനുഷ്യനായിട്ട് വന്ന് പിറന്നിരിക്കുന്നത്. രാക്ഷസവധത്തിന് മർത്യനായി പിറന്നതും ഈ ഒരു മനുഷ്യനാലല്ലാതെ രാവണനെ വധിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വരം രാവണൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം രാവണനെ വധിക്കുന്നതോടൊപ്പം ഈ ലോകത്തിന് മുഴുവൻ നാശമുണ്ടാക്കുന്ന സകല അധമന്മാരായിട്ടുള്ള സകല രാക്ഷസന്മാരെയും ഇല്ലാണ്ടാക്കാനും വേണ്ടി മാത്രമാണ് നീ മനുഷ്യനായിട്ട് പിറന്നത്. എന്നിട്ട് പറയുകയാണ്, 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. കുറച്ച് 2 യോജന അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവിടുന്ന് പുണ്യഭൂമിയാകിയുള്ള പഞ്ചവടിയുണ്ട്. ഗൗതമീ തീരെ നല്ലൊരു ആശ്രമം ചമച്ചതിൽ സീതയാ വസിക്കാൻ പോയ ശേഷമുള്ളൊരു കാലം ഗൗതമ നദിയുടെ തീരത്ത് നല്ലൊരു ആശ്രമം ഉണ്ടാക്കി സീതയോടുകൂടി അവിടെ വസിക്കൂ രാമ എന്ന് പറയുകയാണ്. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുക എന്നുടൻ അനുജ്ഞ നൽകി മുനി. എന്നിട്ട് വസിച്ചിട്ട് ദേവൻ എന്താണോ, എന്ത് കാര്യമാണോ പൂർത്തിയാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്താലും ഭഗവാനെ എന്ന് പറയാണ്. ശ്രുത്വേദ സ്തോത്രം സാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു.
വീണ്ടും നമസ്കരിച്ച് അഗസ്ത്യ പാദാംബുജം യാത്രയും അയപ്പിച്ച് സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. അപ്പോൾ ഈ സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം, ആ അഗസ്ത്യ മഹർഷിയുടെ ആ സുഭാഷിതമായിട്ടുള്ള ഈ സ്തോത്രങ്ങൾ തത്വാർത്ഥ സമന്വിതം, തത്വാർത്ഥത്തോടു കൂടി മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലോ രാഘവൻ തിരുവടി, ആ രാഘവനോട്, അതായത് ആ ഭഗവാനോട്, പരബ്രഹ്മത്തിനോട് നമുക്ക് നിത്യവും ഭക്തി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ബാണചാപാദികളൊക്കെ തത്രൈവ നിക്ഷേപിച്ചു. അങ്ങനെ ഭഗവാൻ എല്ലാം കൊടുത്തിട്ട് വീണ്ടും നമസ്കരിച്ച് അഗസ്ത്യ പാദാംബുജം. എന്നിട്ട് ഭഗവാൻ അഗസ്ത്യ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ അങ്ങനെ യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും, അങ്ങനെ ആ ലക്ഷ്മണനോടും കൂടി ഭഗവാൻ ജാനകിയോടും കൂടി അവിടുന്ന് എഴുന്നള്ളുകയാണ്. അടുത്തതായിട്ട് ജടായു സംഗമമാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ.